ഹല്ലേലൂയ. സ്തോത്രം 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 യേശുവിൻ്റെ രക്തതാജ്യം സ്തോത്രം 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 ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വൈകിയ സമയത്ത് ദൈവപാദപീഠത്തിൽ കടന്നു വരുവാൻ, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരങ്ങൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഇപ്രകാരം ഒരു പ്രാവശ്യം കൂടെ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തിനായിട്ട് സ്തുതിക്കുന്നു. അവസരമൊരുക്കി തന്ന കർത്തൃദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാൻ ഓരോ ദിവസവും ഭാരങ്ങളിൽ നിന്ന്, കഷ്ടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, സംഖ്യയില്ലാത്ത അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ച് ഹല്ലേലൂയ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മെ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ വൈകിയ സമയത്ത് നമ്മെ ഏൽപ്പിക്കാം. സ്തോത്രം ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഇന്നത്തെ ദിവസം വലിയ അനുഗ്രഹമാകുവാൻ, വലിയ ദൈവപ്രവൃത്തി കാരണമാകുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, മനോഹരമായ നല്ല വൈകിയ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. വൈകിയ സമയത്ത് കർത്തൃപാദപീഠത്തിലേക്ക് അടുത്തു വരുമ്പോൾ അങ്ങയുടെ തിരു സാന്നിധ്യം കാവലും ഉണ്ടാകണം കർത്താവേ. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാക്കി തീർക്കണം. ഈ പേജിലുകൊണ്ട് നടക്കുന്ന ശുശ്രൂഷകൾ അനേകരുടെ മാനസാന്തരത്തിനും രക്ഷയ്ക്കും കാരണമായി തീരണം കർത്താവേ. കർത്തൃദാസി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ സഹപ്രവർത്തകരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരണം. സംസാരിക്കേണ്ടവണ്ണം സംസാരിപ്പാൻ കൃപ നൽകണം. കേൾക്കുന്നവരെ എല്ലാവരെയും ഏൽപ്പിക്കുന്നു. കേൾക്കുന്നവരുടെ ജീവിതത്തിൽ വിടുതലാകണം. വചനത്തിൻ്റെ ഹല്ലേലൂയ വചനം ഹല്ലേലൂയ വിടുതലായി തീരുവാൻ കൃപചുമാറാകണമേ. വചനത്തിൻ്റെ ശക്തി ഓരോരുത്തരും വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങളെ മാറ്റണം. ദൈവപ്രവൃത്തിയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഇട്ടിരിക്കാതെ സ്തുതിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല വൈകിയ സമയത്തെ ദൈവപാദപീഠത്തിൽ ഇപ്രകാരം നമുക്കായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യാം. ഹല്ലേലൂയ. അനേകർക്ക് ലഭിക്കാത്ത ഭാഗ്യപദവിയാണ് നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകി തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അനേകർ സമാധാനമില്ലാതെ, അനേകർ സന്തോഷമില്ലാതെ, അനേകർ കണ്ണുനീരിൻ്റെ അവസ്ഥയിലെ, അനേകർ ഭാരത്തിൻ്റെ അവസ്ഥയിലെ, ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയിലെ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ ക്ഷേമത്തോടെ നമുക്ക് ഇപ്രകാരം ദൈവപാദപീഠത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്. നമ്മുടെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. സ്തോത്രം. പ്രവൃത്തിയിൽ ഭയങ്കരൻ. ഹല്ലേലൂയ. അവൻ പ്രവർത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കുമെന്നാണ് ഹല്ലേലൂയ ചോദിക്കുന്നത്. സ്തോത്രം. ആർക്കും തടുക്കുവാൻ കഴിയാത്ത പ്രവൃത്തിയാണ് ദൈവം നാം ഓരോരുത്തർക്കും വേണ്ടി പ്രവർത്തിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. അവിശ്വസിക്കുന്നവർക്ക് വേണ്ടി എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ദൈവം. എവിടെയാണ് ദുഃഖത്തിലായിരിക്കുന്നത്, എവിടെയാണ് ഭാരപ്പെടുന്നത്, എവിടെയാണ് സമാധാനമില്ലാത്തത്, ഏതവസ്ഥയിലാണോ ആയിരിക്കുന്നത്, ആ അവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നാം വിശ്വസിക്കുന്നവരായി തീരണം. സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും തൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവരോട് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത സന്തോഷത്തെ നൽകി തന്നുകൊണ്ട് ഹല്ലേലൂയ ഈ ദിവസങ്ങൾ വഴി നടത്തുവാൻ ദൈവം ശക്തനാണ്. സ്തോത്രം ഹല്ലേലൂയ. ഏത് മേഖലയിലാണ് ഭാരപ്പെടുന്നത് അവിടെ സന്തോഷിക്കത്തക്ക നിലയിലെ ഹല്ലേലൂയ, ദുഃഖത്തെ സന്തോഷമാക്കി തീർക്കത്തക്ക നിലയിലെ, നിരാശയെ പ്രത്യാശയാക്കി തീർക്കത്തക്ക നിലയിലെ ഹല്ലേലൂയ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിക്കുന്നവരായി തീരണം. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരായി തീരണം. സ്തോത്രം. എന്തിനെയാണ് വിശ്വസിക്കേണ്ടത്? കാണാത്ത കാര്യങ്ങളെ വിശ്വസിക്കുന്നവരാകണം. കാണാത്ത കാര്യം ഹല്ലേലൂയ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. നേരം കാണാത്തത് ഇന്ന് വരെ ഹല്ലേലൂയ സംഭവിക്കുവാൻ ചാൻസ് ഇല്ല. ഇന്ന് വരെ ഹല്ലേലൂയ മുൻപിൽ കാണുന്നതല്ല. അതിനെ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അല്പ ദിവസങ്ങൾക്കകം ആ വിഷയത്തിന്മേൽ വിടുതൽ
ഇപ്പോഴത്തെ തന്നെ അത് കൺമുൻപിൽ കാണത്തക്ക നിലയിൽ ഒരത്ഭുതം പ്രവർത്തിക്കുവാൻ ദൈവം സർവശക്തനാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. നാം അതിനായി വിശ്വസിക്കണം. ഹല്ലേലൂയ. വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഒരു വാക്യം വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. റോമർക്കുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ട് എഴുതിയ ലേഖനമാണ്. ഈ ലേഖനത്തിൽ നാം വായിച്ച വാക്യം അബ്രഹാമിനെ പറ്റി അപ്പോസ്തലനായ പൗലോസിന് ദൈവം കൊടുത്ത വെളിപ്പാടാണ്. ഹല്ലേലൂയ. അബ്രഹാമിന്റെ വിശ്വാസത്തെ പറ്റിയാണ് ഹല്ലേലൂയ ഇവിടെ പൗലോസ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. മരിച്ചവരെ ഉയർപ്പിക്കുമെന്ന് പറയുമ്പോൾ അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചു. ഹല്ലേലൂയ. അബ്രഹാമിനോട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ഏത് കാണിപ്പാനിരിക്കുന്ന ദേശം എന്ന് പറഞ്ഞപ്പോൾ ഒരു വ്യക്തമായ അഡ്രസ് അബ്രഹാമിന് ദൈവം കൊടുത്തില്ല. അബ്രഹാം ഹല്ലേലൂയ വാക്കിന്റെ മുൻപിൽ ഇറങ്ങി പുറപ്പെട്ടു. ഹല്ലേലൂയ. വിശ്വാസത്താൽ ഇറങ്ങി പുറപ്പെട്ടു. ഹല്ലേലൂയ. അപ്രകാരം യാത്ര ചെയ്യുവാനിടയായി തീർന്നു. അബ്രഹാമിന്റെ ജീവിതത്തിൽ അനവധി വാഗ്ദത്തങ്ങൾ ദൈവം നൽകി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതൊക്കെയും ഹല്ലേലൂയ വിശ്വസിച്ചുകൊണ്ട് ആ വാഗ്ദത്തങ്ങളെ വിശ്വസിച്ചുകൊണ്ട് പുറപ്പെട്ടപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ള ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവം. സ്തോത്രം. അങ്ങനെ വിശ്വസിച്ചു. ഹല്ലേലൂയ. അബ്രഹാമിന്റെ വിശ്വാസം എന്ന് പറയുന്നത് മരിച്ചാൽ ഹല്ലേലൂയ മരണമാണോ അവിടുന്ന് ഒരു ഉയർപ്പുണ്ട്. ഹല്ലേലൂയ. ഇല്ലാത്തതാണോ അതിനെ ഉളവാക്കി തരുവാൻ കഴിവുള്ളവൻ. ഹല്ലേലൂയ. മരിച്ചതിനെ ഉയർപ്പിക്കുവാൻ ഒരു വ്യക്തിക്കും കഴിയുകയില്ല. അത് ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. സ്തോത്രം. അങ്ങനെയെങ്കിൽ മരിച്ചതിനെ ഉയർപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഇന്ന് നാം അബ്രഹാമിനെ പോലെ വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പോൾ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ മുടങ്ങിക്കിടക്കുന്ന നന്മകളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി തീരും. സ്തോത്രം. എവിടെയാണ് തടയപ്പെട്ടിരിക്കുന്നത് ആ മേഖലകൾ പ്രവർത്തിച്ച് ഹല്ലേലൂയ അതിലൊരു ഉയർപ്പ് തരുന്ന ദൈവമാണ്. ഇനി എൻ്റെ വിഷയത്തിൽ ഒരു ഉയർപ്പില്ല, എൻ്റെ വിഷയത്തിൽ ഹല്ലേലൂയ എൻ്റെ വിഷയത്തിൽ ഒരു ഹല്ലേലൂയ ഉത്തരമില്ല എന്ന് നാം ചിന്തിക്കുന്ന അവസ്ഥയാണോ നമ്മുടെ ജീവിതത്തിലുള്ളത്? അപ്രകാരമുള്ള നിരാശയാണോ ഉള്ളത്? ആ നിരാശയെ മാറ്റിക്കൊണ്ട് ഹല്ലേലൂയ എനിക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കുക. എൻ്റെ മരിച്ച വിഷയമാകട്ടെ ഹല്ലേലൂയ മരിച്ചതുപോലെയുള്ള അനുഭവങ്ങളാകട്ടെ അതിന്മേലൊരു ഉയർപ്പ് തരുവാൻ ദൈവം സർവശക്തനെന്ന് നാം വിശ്വസിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ നോക്കുമ്പോൾ വിശ്വാസത്താൽ ഹല്ലേലൂയ വിശ്വസിച്ചവർക്ക് വേണ്ടി പ്രവർത്തിച്ച അത്ഭുത പ്രവൃത്തികളെ ദൈവവചനത്തിൽ നമുക്ക് കാണുവാനിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാമിന് വാഗ്ദത്തം കിട്ടി. ഹല്ലേലൂയ ഞാൻ നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽത്തരികളെ പോലെയും ആക്കിത്തര ബഹുജാതികൾക്ക് പിതാവാകും എന്നൊക്കെയുമുള്ള വാഗ്ദത്തം അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ട്. എങ്കിൽ പോലും ഹല്ലേലൂയ വാഗ്ദത്തം നിറവേറാതെ ഹല്ലേലൂയ വർഷങ്ങൾ കടന്നു പോകുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. അബ്രഹാമിന്റെ
വാഗ്ദത്തത്തെ പറ്റി അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. സ്തോത്രം. അല്ലെങ്കിൽ ഇവിടെ നോക്കണമേ, ആശയ്ക്ക് വിരോധമായിട്ടാണ് ഇരിക്കുന്നത്. ഇതുവരെയും ബഹുജാതികൾക്ക് പിതാവാകും എന്നുള്ള ആ വാഗ്ദത്തം നിറവേറിയില്ല. സ്തോത്രം. അതുപോലെ തന്നെ നിന്റെ സന്തതി ഇവണ്ണം ആകും, സന്തതിയെപ്പറ്റി, ജനിക്കുവാൻ പോകുന്ന സന്തതിയെപ്പറ്റി ഇപ്രകാരമായി തീരും എന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾ മുന്നോട്ട് പോയിട്ടും ആ വാഗ്ദത്തം നിറവേറിയില്ല. നാമൊക്കെയും ആണെങ്കിൽ നിരാശരായി, ഇനി ഇതിന്മേൽ ഉത്തരമില്ല, ഇത് വെറും വാക്കാണ്, പാഴ്വാക്കാണെന്ന് നാമൊക്കെയും പറയുന്ന സാഹചര്യത്തിൽ അബ്രഹാം എന്താണ് ചെയ്തത്? ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. എന്നോട് പറഞ്ഞത് മനുഷ്യനല്ല, എന്നോട് പറഞ്ഞത് ഞാൻ കേട്ട ശബ്ദം ദൈവശബ്ദമാണ്. ഞാൻ കേട്ട ശബ്ദം ദൈവശബ്ദമാണെങ്കിൽ അത് നിറവേറുക തന്നെ ചെയ്യും, ഇന്നല്ലെങ്കിൽ നാളെ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കൊരു വാഗ്ദത്തമുണ്ടോ പ്രിയമുള്ളവരെ? ആ വാഗ്ദത്തം നിറവേറുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നാം അവിശ്വസിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിൽ സംശയിക്കരുത്. സംശയിക്കുന്ന വ്യക്തി കടൽത്തിരയ്ക്ക് സമനാണ്. ഹല്ലേലൂയ. ആ കടൽത്തിര എപ്രകാരമാണ്? മുന്നോട്ട് ഉയരുകയും അത് ഒഴുകിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ്. കടൽത്തിരയ്ക്ക് സമമാണ് സംശയിക്കുന്ന വ്യക്തി. അതുകൊണ്ട് നാം സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെടുമ്പോൾ ഈ ദിവസങ്ങൾ എവിടെയാണ് വാഗ്ദത്തം തടഞ്ഞിരിക്കുന്നത്, ആ വാഗ്ദത്തം അവിടെ നിന്ന് എഴുന്നേൽക്കുവാനിടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ടാണോ കാര്യങ്ങൾ നീങ്ങുന്നത്, അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. സംശയിക്കാതെ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഹല്ലേലൂയ, ദൈവം നിശ്ചയമായും വരും ദിവസങ്ങളിൽ പ്രവർത്തിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അത് ഏത് മേഖലയിലാകട്ടെ, ശാരീരികമായി രോഗാവസ്ഥയിലാണോ, ഹല്ലേലൂയ, രോഗത്തിൽ നിന്ന് വിടുവിക്കുവാൻ ശക്തനായവൻ. മാനസികമായി ഹല്ലേലൂയ സംഘർഷത്തിലാണോ, വിട്ടുപെറാത്ത നിരാശയുടെ അനുഭവത്തിലാണോ, അതിൽ നിന്ന് വിടുവിക്കുവാൻ സമാധാന പ്രഭുവായ കർത്താവ്. കടഭാരത്തിന്റെ അവസ്ഥയാണോ, അതിൽ നിന്ന് വിടുവിക്കുവാൻ വഴികളെ തുറക്കുവാൻ ശക്തനായവൻ. സ്തോത്രം. ഹല്ലേലൂയ. ആത്മീയ നിലവാരത്തിൽ ഒരു ഉന്നതി പ്രാപിപ്പാനാണോ, അവിടെ ഒരു ഉയർപ്പിനെ നൽകുവാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. അതുകൊണ്ട് ആശയ്ക്ക് വിരോധമായി ആശയോടെ ഈ ദിവസങ്ങൾ നാം വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പോൾ വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും. അതിൻ്റെ താഴെ വാക്യത്തിലോട്ട് നോക്കുമ്പോൾ അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഹല്ലേലൂയ. ശാരീരികമായി നോക്കുകയാണെങ്കിൽ വാഗ്ദത്തം നിറവേറുവാൻ ചാൻസ് ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. സന്തതി ഇവണ്ണമാകും, ബഹുജാതികൾക്ക് പിതാവാകും എന്നുള്ള വാഗ്ദത്തം നിറവേറുവാൻ ചാൻസ് ഇല്ല ശാരീരിക ദശയിൽ നോക്കുമ്പോൾ. സ്തോത്രം. ശരീരത്തിൽ നോക്കുമ്പോൾ എന്താണ്? അബ്രഹാമിന് 100 വയസ്സുണ്ട്. ഹല്ലേലൂയ. 100 വയസ്സുള്ളവനാകിയാൽ അവൻ്റെ ശരീരം നിർജീവമായി. സ്തോത്രം. 100 വയസ്സുള്ള ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ എപ്രകാരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അതുപോലെയുള്ള ഒരു സാഹചര്യം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായേ. സാറയുടെ ഗർഭപാത്രം എന്ന് പറയുന്നത് ഇനി ഒരു കുഞ്ഞിനെ ഉൾക്കൊള്ളുവാൻ കഴിവില്ല. അത്രയ്ക്ക് ഹല്ലേലൂയ, അത്രയ്ക്ക് ഹല്ലേലൂയ നിർജീവമായ അവസ്ഥ. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള അവസ്ഥയിലും അബ്രഹാം എന്താണ് ചെയ്തത്? ഹല്ലേലൂയ. സാഹചര്യങ്ങൾ നോക്കി, ശാരീരിക മേഖലകൾ നോക്കുമ്പോൾ ഹല്ലേലൂയ വാഗ്ദത്തം നിറവേറുവാൻ ചാൻസ് ഇല്ലെങ്കിലും വാഗ്ദത്തം ചെയ്തവൻ മനുഷ്യനല്ല, വാഗ്ദത്തം ചെയ്തവൻ ദൈവമാണ്. സ്തോത്രം. വാഗ്ദത്തം ചെയ്തവൻ ദൈവമാകിയാൽ അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. സ്തോത്രം. അബ്രഹാമിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ക്ഷീണിക്കാത്ത വിശ്വാസമായിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം എങ്ങനെയാണ്? അല്പസമയത്തേക്ക്, അല്പ ദിവസത്തേക്ക് നാം വിശ്വസിക്കുകയും പിന്നെ നമുക്ക് ഹല്ലേലൂയ നാം ആശിച്ചത് ലഭിക്കാതെ വരുമ്പോൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞ്, വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞു പോകുന്ന അവസ്ഥയാണോ പ്രിയമുള്ള അപ്രകാരമുള്ള അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ, ആദ്യം നാം വായിച്ചത് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അബ്രഹാമിന്റെ വിശ്വാസം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. സ്തോത്രം. രണ്ടാമത്തത് വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ശരീരം നിർജീവമാണ്. ശാരീരികമായി നോക്കുമ്പോൾ ബലഹീനാവസ്ഥ, ബലമില്ല. ഹല്ലേലൂയ. ഈ പ്രകാരമുള്ള ആ അവസ്ഥ മാനുഷികമായ രീതിയിൽ ഹല്ലേലൂയ നടക്കുന്ന
കാര്യമല്ല, വൈദ്യശാസ്ത്രത്തിന് നടക്കുവാൻ കഴിയുന്ന കാര്യമല്ല. അവിടെയും വിശ്വസിച്ചു. എന്നാൽ വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്നിടത്തെ ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന ദൈവമാണ്. വൈദ്യശാസ്ത്രത്തിന് ചെയ്യുവാൻ കഴിയാത്തതിനെ സാധിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നാം വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പോൾ എത്ര വലിയ വിഷയമാകട്ടെ, എത്ര വലിയ രോഗമാകട്ടെ, ഹല്ലേലൂയ, ആർക്കും പ്രവർത്തിക്കുവാൻ കഴിയാത്ത വിഷയമാകട്ടെ, അതിലൊരു ദൈവപ്രവൃത്തി നടത്തി ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു മരിച്ച അവസ്ഥയിൽ നിന്ന് ഉയർപ്പിക്കുവാൻ കഴിയുന്ന ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. നാം വിശ്വസിക്കുവാൻ തയ്യാറാകണം. അടുത്തത് നാം നോക്കുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. സ്തോത്ര, ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, ദൈവമാണ് പറഞ്ഞത്. ഹല്ലേലൂയ, നിനക്ക് സന്തതിയെ നൽകും, നീ ബഹുജാതികളുടെ പിതാവാകുമെന്ന് പറഞ്ഞത് ദൈവമാകിയാൽ അവിശ്വാസത്താൽ സംശയിക്കാതെ. അന്നേരം സംശയം വരുന്ന എങ്ങനെയാണ്? അവിശ്വാസമുള്ളത് കൊണ്ടാണ്. വിശ്വാസമില്ലാത്തിടത്താണ് സംശയം ഉളവാകുന്നത്. അത് അബ്രഹാം അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ എന്ത് ചെയ്തു? ശക്തിപ്പെട്ടു. ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ അബ്രഹാമിന്റെ ശരീരത്തിന്റെ ബലഹീനത വർദ്ധിക്കുമ്പോൾ എന്നോട് അരുളിച്ചത് എന്റെ വാഗ്ദത്തം നിറവേറുവാൻ സമയമായി. ഹല്ലേലൂയ. ഇനി അതിനു വേണ്ടി സമയമില്ല, ഇനി അതിനു വേണ്ടി ദിവസമില്ല. എന്നോട് പറഞ്ഞ വാഗ്ദത്തം നിറവേറുവാൻ എന്ന് പറഞ്ഞ് വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. സ്തോത്രം, അല്ലെ, വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. അതോടൊപ്പം തന്നെ ദൈവത്തിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള കർത്താവ്, മരിച്ചതിനെ ഉയർപ്പിക്കുവാൻ കഴിവുള്ള കർത്താവാണ്. അതിനാൽ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ഹല്ലേലൂയ. ഓരോ ദിവസവും പറയുക, എനിക്ക് ഹല്ലേലൂയ സന്തതി ഉളവാകുവാൻ പോകുന്നു, എൻ്റെ സന്തതി വരുന്നു. ഹല്ലേലൂയ, എൻ്റെ സന്തതി ഇവണ്ണമാകും. ഹല്ലേലൂയ, ബഹുജാതികൾ ഞാൻ പിതാവാകും. ഹല്ലേലൂയ. ഇന്ന് അബ്രഹാം എന്നാണെങ്കിൽ നാളെ ബഹുജാതികളുടെ പിതാവെന്ന ആ സ്ഥാനത്തിലേക്ക് ഞാൻ കയറുവാൻ പോകുകയാണ്. ഇങ്ങനെ അബ്രഹാം വിശ്വാസത്തിൽ ശക്തിപ്പെട്ടുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമായിരിക്കാം, അല്ലെങ്കിൽ സാഹചര്യങ്ങളെ നോക്കുമ്പോൾ സംഭവിക്കുവാൻ ചാൻസ് ഇല്ലാത്ത അവസ്ഥകളായിരിക്കാം. എന്നാൽ വിശ്വാസത്തിൽ ഒന്ന് ശക്തിപ്പെട്ടുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ വാഗ്ദത്തത്തെ നോക്കി ഒന്ന് വിളിച്ചു പറയുവാൻ തയ്യാറാകുമോ? എൻ്റെ വാഗ്ദത്തം എൻ്റെ അടുക്കലേക്ക് വരുന്നു. ഹല്ലേലൂയ, അതിനെ താമസിക്കുകയില്ല. ഹല്ലേലൂയ, എന്നോട് പറഞ്ഞ ദൂതകൾ, ആലോചനകൾ, ഹല്ലേലൂയ, അത് വരുന്നു. ഹല്ലേലൂയ, അത് ഞാൻ ഇപ്രകാരമായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. നാം നമ്മെ തന്നെ നോക്കിയിട്ട് ഹല്ലേലൂയ നമ്മുടെ നിരാശകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ അതെന്താണോ, അതിനെ നോക്കി ഒന്ന് പറയുവാൻ തയ്യാറാകുമോ? ഒന്ന് വിളിച്ചു വരുത്തുവാൻ തയ്യാറാകുമോ? ഹല്ലേലൂയ. എങ്കിൽ ഹല്ലേലൂയ അത് വരിക തന്നെ ചെയ്യും. നിശ്ചയം താമസിക്കില്ല. ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു. അത് വരിക തന്നെ ചെയ്യും. നിശ്ചയം താമസിക്കയില്ല. താമസിച്ചാലും ആ ദർശനം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദർശനം തന്നത് കർത്താവാകുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ആ ദർശനം സാധിക്കുക തന്നെ ചെയ്യും. അത് സാധിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഫോഷ്ക്ക് പറയുന്ന ദൈവമല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സാത്താന്യ പദ്ധതികൾ നമുക്ക് വിരോധമായി നിൽക്കുമ്പോൾ, സാത്താന്യ പദ്ധതികൾ നമ്മെ നിരാശയിലേക്ക് തള്ളിയിട്ട് നമ്മുടെ വിശ്വാസത്തെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുമ്പോൾ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഉവ്വേ ഉവ്വേ എന്നാകുന്നു. ഹല്ലേലൂയ. അത് വരിക തന്നെ ചെയ്യും. നിശ്ചയം. സ്തോത്രം. ഹല്ലേലൂയ. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. അതുകൊണ്ട് ആശയ്ക്ക് വിരോധമായി ഇന്ന് സാഹചര്യങ്ങളെ നോക്കുമ്പോൾ ചാൻസ് ഇല്ല എന്ന് പറയുന്ന മേഖലയാണ്. വിശ്വസിക്കുവാൻ തയ്യാറാകുക. അല്പ ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ വിഷയങ്ങളിൽ വിടുതലുകൾ സംഭവിക്കും. അത് ഏത് മേഖലയാകട്ടെ. സ്തോത്രം. ശരീരത്തിലോ മനസ്സിലോ ആത്മാവിലോ പ്രാണനിലോ അല്ല ഭൗതികത്തിലോ കുടുംബത്തിലോ എവിടെയാകട്ടെ, അല്ലെ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ആ ദൈവശക്തി വെളിപ്പെട്ടു വന്നേ അത് അത്ഭുതമായി, അടയാളമായി, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ കൊണ്ടുവന്ന് കാണിക്കത്തക്ക നിലയിൽ, അനുഭവിക്കത്തക്ക നിലയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കുവാൻ ഇന്ന് തയ്യാറാകുമോ പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. ഈ കഴിഞ്ഞ നാളുകൾ വരെ ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന നിമിഷം വളരെയധികം ഭാരമാണോ? ആ ഭാരങ്ങളെല്ലാം മാറാൻ പോകുന്നു. വിശ്വസിക്കുക. ശരീരത്തിന്മേലുള്ള ഭാരങ്ങൾ നീങ്ങിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. രോഗികൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇല്ലാത്തതുള്ളവായി വരട്ടെ യേശുവിന്റെ നാമത്തിൽ. നിർജീവ അവസ്ഥകൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ജീവനുള്ള അവസ്ഥകൾ ശരീരത്തിന്മേൽ, പ്രാണന്മേൽ, ആത്മാവിന്മേൽ കടന്നു വരട്ടെ. എത്ര പേർ
വിശ്വസിക്കുവാൻ തയ്യാറാകുക. നിർജീവത്വങ്ങൾ മാറുന്നു, വിശ്വസിക്കുക. ഹല്ലേലൂയ. ശരീരത്തിന്റെ ബലഹീനതകൾ മാറുന്നു, വിശ്വസിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. 100 വയസ്സുള്ളപ്പോഴും ശരീരം ബലഹീനമായപ്പോഴും ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ വിശ്വസിച്ചു. സ്തോത്രം. ക്ഷീണിച്ചില്ല. പലപ്പോഴും നമ്മെ എന്താണ് ചെയ്യുന്നത്? ഹല്ലേലൂയ ക്ഷീണിപ്പിച്ച് കളയും, അല്ലെ തളർത്തി കളയും. ഇനി വിശ്വസിച്ചിട്ട് കാര്യമില്ല, ഇനി ഈ വിഷയത്തിൽ മറുപടി ഉണ്ടാകത്തില്ല, ഇനി എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുകയേ വേണ്ട. ഹല്ലേലൂയ കടഭാരം കൊണ്ടേ എന്നെ പോകൂ, ഈ ഹല്ലേലൂയ രോഗം കൊണ്ടേ പോകൂ എന്ന് പറയുന്ന ഈ അവസ്ഥയ്ക്ക് മാറ്റം തരുവാൻ ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. നാം നമ്മുടെ സംസാരത്തെ ഒന്ന് മാറ്റണം. ഈ രോഗം കൊണ്ടേ എന്നെ പോകൂ എന്ന് പറയുന്നതിൽ നിന്നൊരു വിടുതൽ ഉണ്ടാകണം. ഹല്ലേലൂയ. അതിൽ നിന്നൊരു മാറ്റം നമുക്ക് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്രകാരം നാം മാറുവാൻ, നമ്മുടെ സംസാരങ്ങൾ വിശ്വാസത്തോടുകൂടി പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങളായി തീരുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഹല്ലേലൂയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഇവിടെ നാം നോക്കുമ്പോൾ ഹല്ലേലൂയ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു, വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. വിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. സ്തോത്രം. ഒന്ന് ശക്തിപ്പെടണം. ഹല്ലേലൂയ. ഇന്ന് ഏതെല്ലാം വിഷയങ്ങളിൽ ഭാരമായിരിക്കുന്നു, ഒന്ന് ശക്തിപ്പെടുവാൻ തയ്യാറാകുമോ? സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് ശക്തിപ്പെടുവാൻ തയ്യാറാകുമോ? ഹല്ലേലൂയ. ആ ഭാരങ്ങളെല്ലാം നീങ്ങിപ്പോകുന്നു. ഒന്ന് സ്തുതിച്ചാട്ടെ. നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങൾ, നിങ്ങൾ എവിടെ ഇരുന്നു കൊണ്ടാണ് ഈ വചനം കേൾക്കുന്നത്? ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരത്തിന്മേലുള്ള രോഗങ്ങളെ മാറ്റി തരുവാൻ ദൈവം സർവശക്തനാണ്. നിങ്ങളുടെ മനസ്സുള്ള ഭാരങ്ങൾ നീങ്ങിപ്പോകുന്നു. ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് അതവന് നീതിയായി കണക്കിട്ടു. വാഗ്ദത്തം ചെയ്തത് ഹല്ലേലൂയ പ്രവർത്തിപ്പാൻ ശക്തനെന്ന് ഉറച്ചു. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ എനിക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കും. വിശ്വസിക്കണം. എനിക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കും. മറ്റാർക്ക് വേണ്ടി പ്രവർത്തിക്കുമോ അതെനിക്കറിയില്ല. എൻ്റെ വിഷയത്തിന് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കും. നാം വിശ്വസിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അതവന് നീതിയായി കണക്കിട്ടു. അപ്രകാരം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചപ്പോൾ, വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ വിശ്വസിച്ചപ്പോൾ, ഹല്ലേലൂയ വിശ്വാസത്തിൽ അവിശ്വസിക്കാതെ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടുകൊണ്ട് വിശ്വസിച്ചപ്പോൾ, ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ, വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് ആശ്രയിച്ചപ്പോൾ, സ്തോത്രം, അതവന് നീതിയായി കണക്കിട്ടു. ഹല്ലേലൂയ. നീതിയായി കണക്കിട്ടപ്പോൾ ഈ 100 വയസ്സുള്ള അബ്രഹാമിന് ഇസഹാക്ക് എന്ന മകനുളവാകുവാനിടയായി തീർന്നു. സ്തോത്രം. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. സ്തോത്രം. ഇന്ന് ഏതെങ്കിലും അവസ്ഥയിൽ അല്ലെങ്കിൽ മരിച്ച അവസ്ഥയാണോ ജീവിതത്തിൽ ആയിരിക്കുന്നത്, അതിൽ ഒരു ഉയർപ്പുണ്ടാകുവാൻ നാം വിശ്വസിക്കുന്നവരായി തീരണം. നയീൻ പട്ടണത്തിൽ ഒരു വിധവയുടെ ഹല്ലേലൂയ മകൻ, ഹല്ലേലൂയ ഏകജാതനായ മകൻ ഹല്ലേലൂയ മരിച്ചു. ഹല്ലേലൂയ. നയീൻ പട്ടണത്തെ നോക്കുമ്പോൾ യേശു കർത്താവും തൻ്റെ ശിഷ്യന്മാര് പട്ടണത്തിന്റെ അകത്തോട്ട് കടക്കുവാനായി പട്ടണവാതിക്കലേക്ക് എത്തി. സ്തോത്രം. ഹല്ലേലൂയ. പട്ടണവാതിക്കൽ യേശു കർത്താവും ശിഷ്യന്മാരും എത്തിയപ്പോൾ ഹല്ലേലൂയ ഒരുത്തൻ മരിച്ചവനെ ഹല്ലേലൂയ അടക്കം ചെയ്യുവാനായിട്ട് ഹല്ലേലൂയ പട്ടണത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച. ആ വ്യക്തിയെ പറ്റി പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അമ്മയോ വിധവയായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. വിധവയായ മകൻ ഹല്ലേലൂയ മരിച്ച ആ ഹല്ലേലൂയ ഒരു കൂട്ടം ആൾക്കൂട്ടം പുറത്തേക്ക് ഹല്ലേലൂയ വ്യക്തിയെ മരിച്ചവനെ അടക്കുവാനായി കൊണ്ടുപോകുമ്പോൾ ഈ അമ്മയാകട്ടെ കരയുന്നു. യേശു കർത്താവ് ഹല്ലേലൂയ 2 കൂട്ടം ജനത്തിന്റെ ഹല്ലേലൂയ ഒരു കൂടിക്കാഴ്ച അവിടെ നടക്കുകയാണ്. യേശു കർത്താവ് അത്ഭുതം പ്രവർത്തിപ്പാൻ കഴിവുള്ള യേശു കർത്താവിനോടൊപ്പം ശിഷ്യന്മാരും പുരുഷാരവും അകത്തേക്ക് കടക്കുവാൻ പോകുമ്പോൾ ഹല്ലേലൂയ മരിച്ചിട്ട് ഹല്ലേലൂയ അടക്കം ചെയ്യുവാനായി കൊണ്ടുപോകുന്ന ഒരു കൂട്ടം ജനമാ. ഹല്ലേലൂയ. മരിച്ചവന്റെ അമ്മ വളരെയധികം കരഞ്ഞുകൊണ്ട് ഭാരത്തോട്, ഇനി എനിക്ക് ആരുമില്ല, എൻ്റെ ഏകജാതനായിരുന്നു, ഇനി എനിക്ക് ആശ്രയിപ്പാൻ ആരുമില്ല, ഇനി എന്നെ സഹായിപ്പാൻ ആരുമില്ല, ഇനി ഞാൻ എന്തു ചെയ്യും? ഈ കൂട്ടമൊക്കെയും പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെട്ടല്ലോ, ഹല്ലേലൂയ വിധവയാണല്ലോ, എനിക്കിനി ആരാശ്രയമുണ്ട് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഹല്ലേലൂയ കടന്ന് ഹല്ലേലൂയ മാതാവ് പോകുമ്പോൾ, സ്തോത്രം,
യേശു കർത്താവ് ആ മാതാവിനെ നോക്കി, സ്തോത്ര, ഹല്ലേലൂയ, കരയുന്ന ആ മാതാവിനെ നോക്കിയപ്പോൾ ഹല്ലേലൂയ എന്താണ് ചെയ്തത്? അവളെ കണ്ടിട്ട് യേശു കർത്താവിന് മനസ്സലിഞ്ഞു. ഹല്ലേലൂയ, കരയുന്ന ആ മാതാവിനെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. ഈ ദിവസങ്ങൾ വിശ്വാസത്തോട് വിഷയങ്ങളെ നോക്കി ഹല്ലേലൂയ കരയുവാൻ തയ്യാറാകുമ്പോൾ മനസ്സലിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. സ്തോത്ര, മനസ്സലിഞ്ഞ് അവളോട് പറയുകയാണ്, കരയേണ്ട. സ്തോത്രം, ഹല്ലേലൂയ. മനസ്സലിഞ്ഞിട്ട് ഇനി ജീവിക്കയില്ല, മരിച്ചുപോയി, ഇനി തിരികെ വരികയില്ല. ഹല്ലേലൂയ, ഇനി മണ്ണിൻ്റെ അടിയിലേക്കാണ് വെക്കുവാൻ പോകുന്നത്. ഇനി എനിക്കൊന്ന് കാണുവാൻ കഴിയുകയില്ല, സംസാരിപ്പാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, വിടുതലില്ല എന്ന് ചിന്തിച്ച ആ സാഹചര്യത്തിൽ യേശു കർത്താവ് പറയുകയാണ്, നീ കരയേണ്ട. സ്തോത്രം, കരയേണ്ട എന്ന് പറഞ്ഞിട്ട് യേശു അടുത്തേക്ക് ചെല്ലുകയാണ്. അടുത്തേക്ക് ചെന്നിട്ട് ആ മഞ്ചം തൊട്ടു. ഹല്ലേലൂയ, മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. സ്തോത്രം, ഹല്ലേലൂയ, മരിച്ചവൻ എഴുന്നേറ്റിരുന്നു. ഹല്ലേലൂയ, മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്നപ്പോൾ യേശു കർത്താവ് പറയുകയാണ് മരിച്ചവനോട്, ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന വാക്ക് ആ ഹല്ലേലൂയ മരിച്ചവന്റെ കാതിൽ കേൾക്കുകയും അവൻ എഴുന്നേൽക്കുവാൻ ഇടയായി തീരുകയും ചെയ്തു. സ്തോത്ര, ഒരു മാതാവിന്റെ കരച്ചിൽ കണ്ടപ്പോൾ ഹല്ലേലൂയ അസഹായിയായി, നിസ്സഹായിയായി, ഇനി മുന്നോട്ട് പോകുവാൻ കഴിവില്ല, ജീവിക്കാൻ കഴിവില്ല എന്ന സാഹചര്യത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കരയേണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ അടുത്തേക്ക് ചെന്ന് ആ മഞ്ചത്തെ തൊട്ടു. സ്തോത്രം, ഹല്ലേലൂയ, തൊട്ടിട്ട് ഹല്ലേലൂയ പറയുകയാണ്, ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ ആ വാക്ക് ജീവനായി ആ ഹല്ലേലൂയ യൗവനക്കാരൻ്റെ ഹല്ലേലൂയ കാതിൽ മുഴങ്ങുകയും അവൻ എഴുന്നേറ്റിരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, മരിച്ചവൻ എഴുന്നേറ്റിരുന്നു, സംസാരിപ്പാൻ തുടങ്ങി. ഹല്ലേലൂയ, അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം, ഹല്ലേലൂയ, മരിച്ചു. ഹല്ലേലൂയ, മരിച്ചെന്ന ലോകം വിധി എഴുതി, ഒരു കൂട്ടം ജനം വിധി എഴുതി. ഹല്ലേലൂയ, ഇനി ഒരു ഉയർപ്പില്ല, ഇനി ജീവനില്ല. ഹല്ലേലൂയ, ഇനി അടക്കിയാൽ മതി. ഹല്ലേലൂയ, ഇല്ലെങ്കിൽ ദുർഗന്ധമാണ് എന്നുള്ള സാഹചര്യത്തിൽ കടന്നു വന്നപ്പോൾ സ്തോത്ര, യേശുവുമായിട്ടുള്ള ആ കൂടിക്കാഴ്ച, കർത്താവുമായിട്ടുള്ള ആ കൂടിക്കാഴ്ച ഹല്ലേലൂയ മരിച്ചതിനെ ഉയർപ്പിക്കുന്ന ഒരു കൂടിക്കാഴ്ചയായി തീർന്നു. സ്തോത്ര, ഒരു കൂട്ടം ജനത്തിന്റെ കരച്ചിൽ, ഒരു മാതാവിന്റെ കരച്ചിലിനെ സന്തോഷമാക്കി തീർക്കത്തക്ക നിലയുള്ള ഒരു കൂടിക്കാഴ്ച. എന്താണ് പറഞ്ഞത്? ആ മാതാവിനെ കണ്ടു, മനസ്സലിഞ്ഞു, കരയേണ്ട എന്ന് പറഞ്ഞു, അടുത്തു ചെന്നു, മഞ്ചം തൊട്ടു, എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നുവെന്ന് പറഞ്ഞപ്പോൾ മരിച്ചവൻ എഴുന്നേറ്റു. സ്തോത്രം, അതുമാത്രമല്ല സംസാരിപ്പാൻ തുടങ്ങി. മരിച്ചവനെ അമ്മയ്ക്ക് ഹല്ലേലൂയ, എഴുന്നേറ്റവനെ, മരിച്ചവനെ അല്ല, എഴുന്നേറ്റവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അമ്മയ്ക്കല്ലേ ഇല്ലാതായത്? ഹല്ലേലൂയ, അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ, നിന്റെ മകൻ ഹല്ലേലൂയ, ഇനി നീ സന്തോഷത്തോടെ ഇരിക്കുക, ഇനി നീ ഹല്ലേലൂയ അനാഥയല്ല, നിനക്ക് ഹല്ലേലൂയ ഇവനുണ്ട്. ഹല്ലേലൂയ, അല്ലെ എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പട്ടണത്തിന്റെ അകത്തേക്ക് കടന്നു വന്ന യേശു പട്ടണത്തിന്റെ വെളിയിലേക്ക് കരഞ്ഞുകൊണ്ടു പോകുന്ന ഹല്ലേലൂയ ഒരു കൂട്ടം ജനത്തിന് ഹല്ലേലൂയ അത്ഭുതമായി തീരത്തക്ക നിലയിൽ ഒരു ദൈവ പ്രവൃത്തി. ഹല്ലേലൂയ, ദൈവമായിട്ടുള്ള ഒരു ഹല്ലേലൂയ കൂടിക്കാഴ്ചയ്ക്കായി ഹല്ലേലൂയ നിങ്ങൾ ശ്രമിക്കുന്നുവോ? ഹല്ലേലൂയ, ദൈവത്തോടുള്ള ഒരു കൂടിക്കാഴ്ച നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ദൈവത്തോടൊന്ന് അടുത്തു ചെല്ലുവാൻ ആഗ്രഹിക്കുന്നുവോ? എങ്കിൽ നിശ്ചയമായി ഒരു ഉയർപ്പുണ്ട് പ്രിയമുള്ളവരെ. സ്തോത്രം, വിശ്വസിക്കുവാൻ തയ്യാറാകുമോ? നിശ്ചയമായും ഒരു ഉയർപ്പ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നിശ്ചയമായും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാ. ഹല്ലേലൂയ, അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ വെളിപ്പാടിലൂടെ കണ്ടുകൊണ്ടാണ് പറയുന്നത്, വിശ്വാസത്തിൽ ശക്തിപ്പെടുകയും വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കണം, ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ, അത് ഹല്ലേലൂയ നിവർത്തിക്കുക തന്നെ ചെയ്യും, നീതിയായി കണക്കിടും. സ്തോത്രം, നീതിയായി ഹല്ലേലൂയ നാം ചെയ്തിട്ടുണ്ടോ? നാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നാം ദൈവസന്നിധിയിൽ കരഞ്ഞിട്ടുണ്ടോ? നീതിയായി കണക്കിടുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അനീതിയുടെ ദൈവമല്ല പ്രിയമുള്ളവരെ, നീതിയായി കണക്കിടുന്ന ദൈവം. വിശ്വസിക്കുവാൻ ഇന്ന് നാം തയ്യാറാകണം. ഹല്ലേലൂയ, നമ്മുടെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണം. ഹല്ലേലൂയ, നീതിയായി കണക്കിട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അനീതികൾ കടന്നു വന്നോ? ഹല്ലേലൂയ, അതിനെയെല്ലാം മറികടന്ന് ഹല്ലേലൂയ ഒരു നീതി വെളിപ്പെടുത്തുന്ന ദൈവമാണ്. സ്തോത്രം, എവിടെയെല്ലാം നമ്മുടെ നന്മകൾ ശത്രു
മുഖാന്തരം അപഹരിക്കപ്പെട്ടോ അതിനെയെല്ലാം മടക്കി തന്നുകൊണ്ട് നീതി വെളിപ്പെടുത്തുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയോ അവിടെയെല്ലാം പ്രവർത്തിച്ചുകൊണ്ട് ഒരു നീതി വെളിപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവുമായുള്ള കൂടിക്കാഴ്ച സന്തോഷത്തിന് കാരണമായി തീരും. ഇന്ന് സന്തോഷിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ്. സന്തോഷിക്കത്തക്ക നിലയിൽ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടും. സ്തോത്രം. വിശ്വസിക്കുവാൻ കഴിയുമോ? വിശ്വസിക്കുക. സന്തോഷിപ്പാൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. കാണാത്തതിനെ നാം പാടുന്നത് പോലെ തന്നെ കൺമുൻപിൽ കണ്ടുകൊണ്ട് ഹല്ലേലൂയ നാം വിശ്വസിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. വിശ്വാസം ഹല്ലേലൂയ പറയണം. ആദ്യം നാം വിശ്വാസം കാണുന്നവരായി തീരണം. പിന്നെ നാം വിശ്വാസം പറയണം. എന്താണ്? എൻ്റെ വിഷയത്തിന് മറുപടി ലഭിക്കാൻ പോകുന്നു. എൻ്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ പോകുന്നു. എൻ്റെ കുടുംബജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിപ്പാൻ പോകുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാകുവാൻ പോകുന്നു. എൻ്റെ വരുമാന മാർഗങ്ങളിൽ ഹല്ലേലൂയ മാറ്റങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. അഭിവൃദ്ധി ഉണ്ടാകുവാൻ പോകുന്നു. പറയുവാൻ തുടങ്ങണം. ആദ്യം നാം കാണണം, അതിനുശേഷം നാം പറയണം, പിന്നെ നാം പ്രഖ്യാപിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തു വരുന്നു. ഹല്ലേലൂയ. ഇന്ന സമയത്ത് എൻ്റെ വിഷയത്തിന് മറുപടി ലഭിക്കും. നാം പ്രഖ്യാപിക്കുവാൻ തയ്യാറാകണം. അപ്രകാരമാകുമ്പോൾ ഹല്ലേലൂയ ആ വിഷയത്തിൽ വിടുതൽ കാണുക തന്നെ ചെയ്യും. സ്തോത്രം. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് കിട്ടിയതായി കണ്ടുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നവരായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണമേ. ഹല്ലേലൂയ. ഇല്ലാത്തതിനെ ഉളവാക്കുന്ന ദൈവമെന്ന് പറയുമ്പോൾ ആദിയിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നോക്കുമ്പോൾ ഹല്ലേലൂയ ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവായി. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് കാണുന്ന സകലതും വൃക്ഷലതാദികൾ ഹല്ലേലൂയ ഹല്ലേലൂയ ആകാശം ഭൂമി സകലത്തെയും ഉളവാക്കി സൂര്യനെയും ചന്ദ്രനെയും ഉളവാകട്ടെ എന്ന് പറഞ്ഞ വാക്കിന്മേലാണ് ഉളവായത്. സ്തോത്രം. ഹല്ലേലൂയ. ഇല്ലാത്തതിനെ, അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവെന്ന് പറഞ്ഞപ്പോൾ ഒന്നുമില്ലാതെ പാഴും ശൂന്യമായി കിടന്ന അവസ്ഥയിലായിരുന്നപ്പോൾ ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവായി. ഹല്ലേലൂയ. അപ്രകാരം ഉളവായത് എങ്കിൽ ഹല്ലേലൂയ നാം വിളിക്കുവാൻ തയ്യാറാകണം. ഇല്ലാത്തതിനെ ഉളവാക്കുവാൻ കഴിവുള്ള ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ഇല്ലായ്മകൾ ഉള്ളവായി വരട്ടെ. ഹല്ലേലൂയ. എൻ്റെ ശൂന്യതകൾ നിറവിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. എൻ്റെ ഹല്ലേലൂയ ദുഃഖങ്ങൾ സന്തോഷമായി തീരട്ടെ. ഹല്ലേലൂയ. എൻ്റെ കണ്ണുനീരൊക്കെയും ആനന്ദമായി തീരട്ടെ എന്ന് നാം പറയുവാൻ തയ്യാറാകണം. സ്തോത്രം. ഹല്ലേലൂയ. ഇല്ലാത്തതിനെ ഉള്ളതായി തീർക്കുന്നവൻ. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഒരു കുരുടൻ ഹല്ലേലൂയ വഴികേറുകയിരുന്ന് ഭിക്ഷയാചിക്കുകയാണ്. യേശു ആ വഴിക്കായി പോകുമ്പോൾ ഹല്ലേലൂയ ആരാ പോകുന്നതെന്ന് കുരുടൻ ചോദിച്ചപ്പോൾ യേശു എന്ന് പറഞ്ഞപ്പോൾ ഉറക്കം നിലവിളിക്കുവാനിടയായി തീർന്നു. എന്നോട് മനസ്സലിയണമേ യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് നിലവിളിക്കുവാൻ തുടങ്ങിയപ്പോൾ നിലവിളിയുടെ മുൻപിൽ യേശു കർത്താവ് നിന്നു. അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്രകാരം യേശു കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ഹല്ലേലൂയ യേശു അവനോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? സ്തോത്രം. ഹല്ലേലൂയ. കുരുടനായി ഹല്ലേലൂയ ഭിക്ഷ യാചിക്കുന്ന അവസ്ഥയിലിരിക്കുന്ന ആ വ്യക്തി പറയുകയാണ്, എനിക്ക് കാഴ്ച ലഭിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് ഈ ലോകത്തിൽ ഒന്നും വേണ്ട, എനിക്കൊന്ന് എൻ്റെ കണ്ണൊന്ന് തുറന്നാൽ മതി, മറ്റുള്ളവർക്കുള്ളതുപോലെ എനിക്കൊന്ന് കാണണം. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് കാഴ്ച ലഭിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ യേശു അവനോട് പറയുകയാണ്. ഹല്ലേലൂയ. എന്താണ് പറഞ്ഞത്? കാഴ്ച പ്രാപിക്ക. സ്തോത്രം. നിന്റെ വിശ്വാസം പോലെ തന്നെ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സ്തോത്രം. കാഴ്ച പ്രാപിക്ക എന്ന് പറഞ്ഞ ആ നിമിഷത്തിൽ ആ വാക്ക് ആ കുരുടന്റെ കാതിൽ പതുക്കിയ അവന്റെ കണ്ണു തുറക്കുകയും ചെയ്തു. സ്തോത്രം. ഇന്ന് വരെ കാണുവാൻ കഴിയാതെ വഴിയരികിൽ തപ്പിത്തടഞ്ഞുകൊണ്ടിരിക്കുന്നവൻ, മറ്റുള്ളവർ കൈനീട്ടുന്ന അവസ്ഥയിലായിരിക്കുന്നവൻ, സ്തോത്രം. ഹല്ലേലൂയ യേശു കർത്താവ് പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവന്റെ ആരോഗ്യം എത്രയുണ്ടോ അത്രയും ആരോഗ്യത്തോടെ ശക്തിയോടെ നിലവിളിക്കുകയാണ്, യേശു കർത്താവേ എന്നെ വിട്ടു പോകരുത്, യേശു കർത്താവേ എന്നെ വിട്ടു പോകരുത്, എന്നോട് മനസ്സലിയണമെന്ന് ഉച്ചത്തിൽ വിളിച്ചപ്പോൾ പലരൊക്കെയും
പിന്നെയും അവനെ ശാസിക്കുവാനിടയായി തീർന്നു. അസഹ്യപ്പെടുത്തരുത്, ശല്യം ചെയ്യരുത്, ഹല്ലേലൂയ, ഇങ്ങനെയൊക്കെയും പലതും പറഞ്ഞുവെങ്കിലും മറ്റുള്ളവരുടെ വാക്കിനെ അവൻ കാര്യമാക്കാതെ യേശു കർത്താവേ എന്നെ വിട്ടു പോകരുത്, എനിക്ക് കാഴ്ച തന്നതിന് ശേഷമേ പോകാവൂ എന്ന് ഉച്ചത്തിൽ നിലവിളിക്കുവാൻ തയ്യാറായപ്പോൾ യേശു നിൽക്കുവാനിടയായി തീർന്നു. നിലവിളിക്കുവാൻ തയ്യാറാകുമോ പ്രിയമുള്ളവരെ? നിൽക്കുവാൻ നമ്മുടെ കർത്താവ് തയ്യാറാണ്. സ്തോത്രം, ഹല്ലേലൂയ. കേവലം നിന്നത് മാത്രമല്ല, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ ആ വ്യക്തി യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ സംസാരിക്കുകയാണ് ആ വ്യക്തിയോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? സ്തോത്രം, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഇന്ന് വരെ ഒരു വ്യക്തി പോലും ചോദിക്കാത്ത ഒരു ചോദ്യം, സ്തോത്രം, ഒരു മനുഷ്യരായ ഒരു വ്യക്തി പോലും ചോദിക്കാത്ത ചോദ്യമാണ് യേശു കർത്താവ് ചോദിച്ചത്. യേശു കർത്താവ് സകലത്തെയും വാക്കുകൊണ്ട് സൃഷ്ടിച്ച കർത്താവ് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ സൃഷ്ടിക്കുവാൻ കഴിയുന്നവനാണ്. ഹല്ലേലൂയ. വെറും വാക്കായി ചോദിക്കുകയല്ല, സൃഷ്ടിക്കുവാൻ കഴിയുന്നവനാണ് ചോദിക്കുന്നത്. ഹല്ലേലൂയ. ആ വ്യക്തിയോട് ചോദിച്ചപ്പോൾ എനിക്ക് കാഴ്ച വേണമെന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. കാഴ്ച വേണമെന്ന് പറഞ്ഞ് ആ വാക്ക് കേട്ടപ്പോൾ പറയുകയാണ്, കാഴ്ച പ്രാപിക്കുക. സ്തോത്രം, കാഴ്ച പ്രാപിക്കുക. നിന്റെ വിശ്വാസമല്ലേ നിനക്ക് കാഴ്ച കിട്ടുമെന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ നീ നിലവിളിച്ചത്, എന്നോട് നിലവിളിച്ചത് എന്തിനാണ്? നീ ഒരു കാഴ്ചയ്ക്കല്ലേ. നിന്റെ വിശ്വാസം പോലെ നീ കാഴ്ച പ്രാപിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തി കാഴ്ച പ്രാപിച്ചവന്റെ കണ്ണ് തുറന്നു. അവൻ ദൈവത്തെ കാണുവാൻ, യേശു കർത്താവിനെ കാണുവാൻ, യേശു കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നാം കാണേണ്ടവണ്ണം കാണുകയുള്ളൂ. സ്തോത്രം, കാണേണ്ടവണ്ണം കാണണമോ? നമ്മുടെ കണ്ണൊന്ന് തുറക്കണം. അതിനായി ദിവസങ്ങൾ നാം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആ കുരുടനായ വ്യക്തിയെ പോലെ നമ്മുടെ ആത്മീയ കണ്ണുകൾ ഈ ദിവസങ്ങൾ അടയപ്പെട്ട അവസ്ഥ ണോ ഹല്ലേലൂയ. നാം യേശു കർത്താവിനോട് നിലവിളിക്കണം, അപ്പാ അങ്ങയുടെ ദർശനങ്ങളെ കാണുവാൻ എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണം, എൻ്റെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കണം. അപ്പനെ ഒന്ന് കാണുവാൻ എൻ്റെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കണം. അപ്പൻ്റെ വാക്ക് കേൾക്കുവാൻ എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണം. സ്തോത്രം, ഹല്ലേലൂയ. കണ്ണ് തുറന്നാൽ പിന്നെ സാധാരണ രീതിയുള്ള കാഴ്ചയല്ല പ്രിയമുള്ളവരെ, അസാധാരണമായ കാഴ്ചയാണ് കാണുവാൻ പോകുന്നത്. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയുള്ള നല്ല കാഴ്ചകളാണ് പിന്നെ കാണുവാൻ പോകുന്നത്. സ്തോത്ര, കുരുടനായിരുന്ന വ്യക്തി നിലവിളിച്ചപ്പോൾ യേശു കർത്താവിനെ കാണുമോ എന്ന് വിചാരിച്ച അല്ല ആ വ്യക്തി നിലവിളിച്ചത്, ഒരു കാഴ്ച ലഭിക്കണം. എന്നാൽ ഹല്ലേലൂയ ആ വ്യക്തിയുടെ മുൻപിൽ ഹല്ലേലൂയ നിലവിളിച്ചവന്റെ മുൻപിൽ തന്നെ യേശു കർത്താവ് നിൽക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. മുൻപിൽ നിന്ന് കാണത്തക്ക നിലയിലുള്ളതായ ഹല്ലേലൂയ നേരിട്ട് കാണത്തക്ക നിലയിലുള്ളതായ ഒരു ദൈവ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. സ്തോത്രം, യേശു കർത്താവിനെ നേരിട്ട് കാണത്തക്ക നിലയിൽ ഹല്ലേലൂയ. അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകുമ്പോൾ യേശു കർത്താവിനെ നേരിട്ട് കാണാൻ കണ്ണ് തുറക്കുമ്പോൾ ഹല്ലേലൂയ കാഴ്ച മങ്ങിയ അവസ്ഥയിലല്ല കാണുന്നത്. ഹല്ലേലൂയ അല്പസ്വല്പം കാഴ്ചയല്ല, വ്യക്തമായി കാണത്തക്ക നിലയിൽ. സ്തോത്രം, വ്യക്തമായി കാണത്തക്ക നിലയിൽ ഈ ദിവസങ്ങൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. വ്യക്തമായി കാണത്തക്ക നിലയിൽ ഹല്ലേലൂയ യേശു കർത്താവിനോട് സംസാരിക്കത്തക്ക നിലയിൽ, ദൈവത്തിന് മഹത്വം കൊടുത്തക്ക നിലയിൽ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ ഹല്ലേലൂയ ഒന്ന് ഏൽപ്പിക്കുവാൻ തയ്യാറാകുമോ? വിശ്വാസത്തിൽ ശക്തിപ്പെടണം, വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത്, സംശയിക്കാതെ വിശ്വസിക്കണം. ആശയ്ക്ക് വിരോധമായ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ പ്രിയമുള്ളവരെ അനുകൂലമല്ലായിരിക്കും. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ കടഭാരത്തിന് ഹല്ലേലൂയ മാറ്റമുണ്ടാകുവാൻ പോകുന്നില്ല. സ്തോത്രം. എന്നാൽ യേശു കർത്താവാണോ ഹല്ലേലൂയ യേശു കർത്താവിലാണോ വിശ്വസിക്കുന്നത്, അത്ഭുത വഴികൾ തുറക്കുവാൻ കഴിവുള്ളവൻ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ രോഗം ഹല്ലേലൂയ ഒരിക്കലും വിട്ടുമാറാത്ത രോഗം ഹല്ലേലൂയ എന്നും ആശുപത്രി കയറിയിറങ്ങുന്ന രോഗമായിരിക്കാം. എന്നാൽ യേശു കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ആ രോഗത്തോട് ഹല്ലേലൂയ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോക, സൗഖ്യമാകുക എന്ന് പറയുവാൻ തയ്യാറാകുമ്പോൾ, വിശ്വസത്തോടെ പറയുവാൻ തയ്യാറാകുമ്പോൾ ആ രോഗത്തിൽ നിന്ന് വിടുതൽ തരുവാൻ കഴിവുള്ളവൻ. സ്തോത്രം. എത്ര വലിയ രോഗമാകട്ടെ ഹല്ലേലൂയ, ഇത്രയും നാളും ചികിത്സിച്ച് മടുത്ത അനുഭവമാണോ, എല്ലാം നഷ്ടമായ അനുഭവമാണോ? എന്നാൽ യേശു കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ രോഗത്തിൽ നിന്ന് പൂർണ്ണമായി 100% പൂർണ്ണമായ സൗഖ്യം തരുവാൻ കഴിവുള്ളവനാണ്. ഹല്ലേലൂയ.
സ്തോത്രം. ഹല്ലേലൂയ. BP ആകട്ടെ, ഹല്ലേലൂയ, ഷുഗർ ആകട്ടെ, എന്തു തന്നെ ആകട്ടെ, ഹല്ലേലൂയ, ഒരിക്കലും ഈ രോഗം മാറുകയില്ല, എൻ്റെ മരണം കൊണ്ടല്ലാതെ ഈ രോഗം മാറുകയില്ല എന്ന് ഹല്ലേലൂയ ചിന്തിക്കുന്ന സാഹചര്യമാണോ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ഹല്ലേലൂയ രോഗത്തിൽ നിന്ന് വിടുതൽ തരുവാൻ ദൈവം സർവശക്തനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നും മരുന്ന് കഴിക്കണം, ഹല്ലേലൂയ, എന്നും ഡോക്ടറെ കാണണം, ഇങ്ങനെയുള്ള രീതിയിലാണോ പോകുന്നത്? ഹല്ലേലൂയ. വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അബ്രഹാം വിശ്വസിച്ചതുപോലെ ഹല്ലേലൂയ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് വിശ്വസിക്കുമ്പോൾ സന്തതിയില്ല. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ കടൽക്കരയിലെ മണൽ പോലെ നിനക്ക് സന്തതികളെ നൽകുമെന്ന് പറയുമ്പോൾ ഒരു സന്തതിയില്ല. ഹല്ലേലൂയ. അപ്രകാരമുള്ള അനുഭവം അവിടെയും ഹല്ലേലൂയ വാഗ്ദത്തം കേട്ടിട്ട് നിരാശനായിരിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടപ്പോൾ നീതിയായി കണക്കിട്ടു. ഹല്ലേലൂയ. ഇന്ന് നീതിയായി ചിലത് കണക്കിടുവാൻ പോകുകയാണ് പ്രിയമുള്ളവരെ. ഒന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകണം. സ്തോത്രം. ഹല്ലേലൂയ. കാണാത്തതിനെ ഹല്ലേലൂയ കൺമുൻപിൽ കാണത്തക്ക നിലയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോകുകയാണ്. നാം വിശ്വസിക്കുവാൻ തയ്യാറാകണം. എത്ര പേർ വിശ്വസിക്കുവാൻ തയ്യാറാകും? സ്തോത്രം. കഴിഞ്ഞ കാലങ്ങൾ ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിച്ചു, അതല്ല ഇന്നൊന്ന് പുതുക്കം പ്രാപിക്കണം. ഹല്ലേലൂയ. ഇന്നലെ വരെ നിങ്ങൾ ചെയ്തത് എന്തേ? അതല്ല ഇന്നൊന്ന് പുതുതായി ദൈവസന്നിധാനത്തിൽ ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറാകുമോ? ഹല്ലേലൂയ. ഇന്നൊന്ന് ഹല്ലേലൂയ ദൈവമായുള്ള ബന്ധത്തിലേക്കൊന്ന് അടുത്തു വരുവാൻ തയ്യാറാകുമോ? യേശു കർത്താവിനെ എൻ്റെ നാഥനും കർത്താവുമായി സ്വീകരിക്കുവാൻ തയ്യാറാകുമോ? യേശു കർത്താവാണ് എൻ്റെ ഏക രക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് യേശു കർത്താവിനെ സ്വീകരിക്കുവാൻ തയ്യാറാകുമോ? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിത്യതയ്ക്ക് നിങ്ങൾ അവകാശികളായി തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ലോകം വിട്ടു പോകേണ്ടി വന്നാൽ ഹല്ലേലൂയ നിങ്ങൾക്കായി ഒരു നിത്യത ഒരുങ്ങുന്നു. ഹല്ലേലൂയ. സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുന്ന കർത്താവ് സ്ഥലമൊരുക്കിയിട്ട് രണ്ടാമത് വരുമ്പോൾ എവിടെയാണ് നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കിയിരിക്കുന്നത് അവിടെ നമ്മെ ചേർക്കുവാനായിട്ടാണ് നമ്മുടെ കർത്താവ് വരുന്നത്. സ്തോത്ര. അതുകൊണ്ട് യേശു കർത്താവിലൂടെയാണ് രക്ഷ, യേശു കർത്താവിലൂടെയാണ് ഹല്ലേലൂയ 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 നിത്യത. ആ നിത്യതയെ നാം നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ ജീവിതം വിശ്വാസത്തിൽ സഞ്ചരിക്കുന്നവരാകണം. ഇല്ലായ്മയുടെ മധ്യത്തിൽ വിശ്വാസത്തിൽ അത് ശക്തിപ്പെട്ടുകൊണ്ട് അതിനെ ഇല്ലായ്മകളെ ഉള്ളവാക്കുന്ന ആ വിശ്വാസത്തിൽ വർദ്ധിച്ചുകൊണ്ട് നാം പ്രഖ്യാപിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. ഏത് മേഖലയിലാണ് ഇന്ന് ഭാരം അനുഭവിക്കുന്നത്? ഹല്ലേലൂയ. വെറും വാക്കായി തീരുവാനിടയാകാതെ ആ മേഖലയോട് കൽപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവപ്രവൃത്തി നിശ്ചയമായും വെളിപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. മരിച്ചതിനെ ജീവിപ്പിക്കുകയും മരിച്ചവരെ ജീവിപ്പിക്കുകയും സ്തോത്രം. അല്ലെ പഴയ നിയമത്തില് പുതിയ നിയമത്തില് മരിച്ചവരെ ജീവിപ്പിച്ച കാര്യം പറയുന്നു. ലാസറിനെ മരിച്ച് ഹല്ലേലൂയ 4 നാളായി കല്ലറയിൽ വെച്ചിട്ട് ഹല്ലേലൂയ ദുർഗന്ധം വഹിക്കുന്ന അനുഭവം അവിടേക്ക് യേശു കർത്താവ് കടന്നു ചെന്നിട്ട് ആ കല്ലറയിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ മറിയയുടെ കരച്ചിൽ കണ്ടപ്പോൾ മനസ്സലിഞ്ഞിട്ട് ആ കല്ലറയുടെ അടുക്കൽ ചെന്നുകൊണ്ട് പറയുകയാണ്, ലാസറേ പുറത്തു വാ. സ്തോത്രം. ലാസറേ പുറത്തു വാ എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അവൻ്റെ ഹല്ലേലൂയ ആ ദുർഗന്ധം വമിക്കുന്ന ശരീരത്തിലേക്ക് ജീവൻ വ്യാപരിക്കുകയും അവൻ പുറത്തു വരികയാനിടയായി തീർന്നു. സ്തോത്രം. അന്ന് പുറത്തു വരാതെ വണ്ണം എവിടെയൊക്കെ അടയ്ക്കപ്പെട്ടിരിക്കുന്നു, കല്ലറയിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന പോലെ വിഷയങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നു, വിഷയങ്ങൾ പുറത്തു വരുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. അത് സന്തോഷമായി തീരത്തക്ക നിലയിൽ, ആനന്ദമായി തീരത്തക്ക നിലയിൽ, വിടുതലാകത്തക്ക നിലയിൽ പുറത്തു വരുവാൻ പോവുകയാണ്. സ്തോത്രം. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവൻ. സ്തോത്രം. ഹല്ലേലൂയ. താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് ഇന്നത്തെ അബ്രഹാം നമുക്കെല്ലാവർക്കും പിതാവായി. അബ്രഹാമിനോടൊപ്പം തന്നെ നാമും വാഗ്ദത്തങ്ങളുടെ അവകാശികളായി തീരുവാനായി ദൈവം നമുക്ക് കൃപ ചെയ്തുവെങ്കിൽ അബ്രഹാമിന് കൽപ്പിച്ചതായ ആ വാഗ്ദത്തങ്ങളെല്ലാം നമ്മുടെയും വാഗ്ദത്തങ്ങളാണ്. ആ വാഗ്ദത്തങ്ങൾ അനുഭവിക്കുവാൻ ദൈവം നമുക്കും കൃപ ചെയ്തുവെങ്കിൽ അബ്രഹാമിന് കൊടുത്ത സകല വാഗ്ദത്തങ്ങളും നാമും പ്രാപിക്കുന്നവരായി തീരണം. അതിനായി നമ്മെ ഏൽപ്പിക്കണം. നമ്മുടെ വിശ്വാസം ശക്തിപ്പെടണം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വാസം ശക്തിപ്പെടുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം. അല്പസമയം എല്ലാവരും സ്തുതിച്ചാട്ട്, കർത്താവേ എൻ്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ. പ്രാർത്ഥിക്കേണ്ട വണ്ണം പ്രാർത്ഥിപ്പാൻ എന്നെ
സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാട്ട്. സ്തോത്ര. രോഗികളാകുന്നുവെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാട്ട്. ആ രോഗമുള്ള ഭാഗത്തേക്ക് കൈകൾ വെച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. എൻ്റെ കർത്താവേ, ഈ രോഗത്തിൽ തന്നെ ഒന്ന് വിടുവിക്കണമേ. BP ആകട്ടെ, ഷുഗർ ആകട്ടെ, എന്തു തന്നെ രോഗമാകട്ടെ, ഹല്ലേലൂയ, എന്നെ ഇനി മരുന്നില്ലാതെ സൗഖ്യമാക്കുവാൻ കഴിവുള്ള കർത്താവേ, എന്നെ ഒന്ന് വിടുവിക്കണമേ എന്ന് ഒന്ന് കരയുവാനിടയാകുമോ? ഒന്ന് നിലവിളിക്കുവാനിടയാകുമോ? ഹല്ലേലൂയ. ആ കുരുടനായ വ്യക്തി നിലവിളിച്ചതുപോലെ ഒന്ന് നിലവിളിക്കുവാൻ തയ്യാറാകുമോ? നിശ്ചയമായും ഒരു അത്ഭുതം നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടും. ഏത് മേഖലയിലാണ് നിങ്ങൾ ഭാരപ്പെടുന്നത്, ആ മേഖലയിൽ നിശ്ചയമായും വിടുതലുകൾ സംഭവിക്കും. ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, കർത്താവേ, ഹല്ലേലൂയ, മനോഹരമായി വൈകിയ സമയത്ത് അങ്ങയുടെ വചനം കേട്ട ഈ പ്രിയ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഏത് വിഷയത്തിൻ്റെ മുഖത്താണ് ഈ മക്കൾ ഭാരം അനുഭവിക്കുന്നത്, ഇപ്പോൾ ഇവരുടെ ഭാരങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോവാൻ കൽപ്പിക്കുന്നു. ദൈവിക സമാധാനത്താൽ ഇവരെ നിറച്ചാട്ട്, ദൈവിക സന്തോഷത്താൽ ഇവരെ നിറച്ചാട്ട്. ഹല്ലേലൂയ. ഈ നിമിഷം ഹല്ലേലൂയ, ഇവരെ ശരീരങ്ങൾ ഫ്രീ ആകട്ടെ യേശുവിന്റെ നാമത്തിൽ. രോഗങ്ങൾ അഴിഞ്ഞു പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. രോഗാത്മാ ശരീരങ്ങളെ വിട്ടു പോകുവാൻ കൽപ്പിക്കുന്നു. രോഗങ്ങളിൽ സൗഖ്യമുണ്ടാകട്ടെ. എത്ര വലിയ രോഗമായാലും, എത്ര ചെറിയ രോഗമായാലും, യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. കിടപ്പ് രോഗികൾ എഴുന്നേൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ കിടപ്പ് രോഗികൾ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. മരിച്ച അവസ്ഥകളിൽ നിന്ന് ഉയർക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇനി സാധ്യതയില്ല എന്ന് വിധി എഴുതിയ മേഖലകളിൽ ഒരു ഉയർപ്പിന്റെ കരം വ്യാപരിക്കട്ടെ. അപ്പാ, അങ്ങ് ഈ പ്രിയമക്കളെ തൊടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഭൗതിക മേഖലകളിലുള്ള ബുദ്ധിമുട്ടുകൾ നീങ്ങിപ്പോകണം. കടഭാരങ്ങൾ ഞെരുക്കങ്ങളിൽ നിന്നെല്ലാം വിടുതൽ നൽകി സമൃദ്ധിയായ അനുഗ്രഹത്താൽ ഈ മക്കളെ നിറയ്ക്കണം. ഇവരെ വിശ്വാസം വർദ്ധിപ്പിക്കണം. അപ്പാ, അങ്ങയോട് ചേർന്ന് സന്തോഷത്തോടെ നിൽക്കത്തക്ക നിലയിൽ, അങ്ങയോടുള്ള ബന്ധത്തിൽ മുന്നേറത്തക്ക നിലയിൽ ഓരോരുത്തരെയും ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന അപ്പാ. ഹല്ലേലൂയ. വലിയ സാക്ഷ്യങ്ങൾ കേൾപ്പാൻ കൃപ ചെയ്യുമാറാകണം. ഹല്ലേലൂയ. മനസ്സിൽ സമാധാനമുണ്ടാകട്ടെ, സന്തോഷമുണ്ടാകട്ടെ. ഭാരങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ. കുടുംബത്തിലെ എല്ലാ സാഹചര്യങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ ഭാവികൾക്കുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായി വരട്ടെ യേശുവിന്റെ നാമത്തിൽ. വലിയ ദൈവ പ്രവൃത്തി ചെയ്യുന്നതിനായി സ്തുതിക്കുന്നപ്പാ. ഈ പേജിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്തൃദാസിയും കർത്തൃദാസിയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ പ്രിയമക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലിന് കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങ് തന്ന നല്ല അവസരത്തിനായി സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാതെ സ്തുതിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. വിശ്വസിക്കുക, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായി അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങൾ രോഗികളാണോ, നിങ്ങൾക്ക് വിടുതൽ ദൈവം തരും. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. നിങ്ങൾ ഭാരപ്പെടുന്ന വ്യക്തിയാണോ, ഭാരങ്ങളിൽ നിന്ന് വിടുതൽ തരും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ലയോ, സമാധാനത്താൽ നിറയ്ക്കും. വിശ്വസിക്കുവാൻ തയ്യാറാകുക. ദൈവം ധാരാളമായി ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.